ബീഫ് ഫ്രൈ ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഒരുപാട് സമയം നമുക്ക് വേണ്ടി വരും. പക്ഷേ നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ബീഫ് കഴുകി വൃത്തിയാക്കുക. ഒരു 250 ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തതാണ്. അതിനുശേഷം എല്ലാ മസാലയും, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, എല്ലാ മസാലയും, ബീഫ് മസാല, പിന്നെ മല്ലിപ്പൊടി ഒരു കുറച്ച് കൂടുതൽ എടുക്കണം കേട്ടോ. അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മല്ലിപ്പൊടിയാണ്. അതിനുശേഷം കുക്കർ തന്നെ എടുക്കുക. കുക്കറിലേക്ക് ചെറിയ കുക്കറായിട്ട് മതി. എനിക്കിവിടെ വലിയ കുക്കറേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് വലിയ കുക്കർ എടുത്തത് കേട്ടോ. കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. കുറച്ചെന്ന് പറഞ്ഞാൽ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിനുശേഷം ഈ എടുത്ത് വെച്ചിരിക്കുന്ന മസാലയും 2-3 വെളുത്തുള്ളി അല്ല, ചെറുള്ളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റുക. മസാല കരിഞ്ഞു പോയത് കണ്ടാൽ കരിഞ്ഞു പോയ പോലെ തോന്നും, പക്ഷേ ഇല്ല കേട്ടോ, കരിഞ്ഞിട്ടില്ല. ഈ ഒരു പരുവം നമുക്ക് കയ്യിലെടുത്ത് നോക്കുമ്പോൾ തരി പോലുള്ള ഒരു പരുവാകുമ്പോൾ നമുക്ക് ബീഫ് ആഡ് ചെയ്യാം. ബീഫ് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ബീഫിലെല്ലാം മസാല പിടിക്കണം. അതിൻ്റെ ഇടയിൽ ഉപ്പിടാൻ മറക്കരുത്. ഉപ്പ് ഇട്ടിട്ടാണ് ഞാൻ ബീഫ് പുരട്ടി വെച്ചത് കേട്ടോ. ഉപ്പ് മാത്രമേ ഇട്ടുള്ളൂ സെപ്പറേറ്റ് ആയിട്ട്. അതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്യാസ് കൂട്ടി വയ്ക്കാം. അതിന് വെള്ളം വരും, ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങും. വെള്ളം ഇറങ്ങുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാം, ടോപ്പിട്ട് അടച്ചിട്ട് വിസിൽ കേൾപ്പിക്കാം. വിസിലെന്ന് പറയുമ്പോൾ നമ്മുടെ കുക്കർ പലരുടെയും കുക്കറിൽ വിസിലൊക്കെ വളരെ വ്യത്യസ്തമായിരിക്കും. എനിക്ക് കുറേ വിസിൽ വേണം, ഒരു 5-8 വിസിൽ എനിക്ക് എന്തായാലും വേണം. അപ്പോൾ വിസിലടുപ്പിച്ചതിന് ശേഷം ഒരു പാനിലേക്ക് ഈ ഒരു മിക്സ് ഇതിൽ എടുത്തിടുക. എന്നിട്ട് നന്നായിട്ട് ഗ്യാസ് കൂട്ടി വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ലാസ്റ്റ് വേർഷൻ ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവരും നല്ല ടേസ്റ്റാണ് കേട്ടോ.